ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നതാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചത്. അപ്പോൾ നമ്മൾ അയക്കണേക്കാളും മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ സൈഡ് ട്യൂബ് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മുടെ ഹാൻഡിൽ ബെയറിങ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് തുരുമ്പൊക്കെ ഇട്ട് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഹാൻഡിലും നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കോൺസെപ്റ്റും ഫ്രണ്ട് ഫോർക്കും കൂടി വരുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ഭാഗം കംപ്ലീറ്റ് ആവുള്ളൂ വർക്ക്. കാരണം അത് അത്രയും തുരുമ്പിട്ട് ഇതേപോലെ ബോളൊക്കെ വന്ന് ശരിക്കും പറഞ്ഞ ബോൾ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഹാൻഡിൽ ശരിക്കും അതിനകത്ത് നിന്ന് ലോക്കായ രീതിയിൽ ടൈറ്റ് കാണിക്കും. മൈന്യൂട്ടായിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ ഹാൻഡിലുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല റോട്ടുകൾ വണ്ടി ഓടുമ്പോൾ ഹാൻഡിൽ ഇങ്ങനെ വണ്ടി വെട്ടണമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് അഴിച്ചത്. ഫ്രണ്ട് കോൺസെപ്റ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് നമ്മൾ കയറ്റുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെയും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ്. അപ്പോൾ കോൺസെപ്റ്റ് നമുക്ക് ഗ്രീസിങ് നടക്കില്ല, മാറ്റി പുതിയതുണ്ടായിട്ട് വരും. ഫോർക്കിൻ്റെ പൈപ്പ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ പൈപ്പിൻ്റെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിയറിയാം, അവിടെ ചെറിയൊരു ഡോട്ട് പോലെ വന്നിട്ടുണ്ട്. അത് ആ ഭാഗം ശരിക്കും ഡോട്ട് തന്നെയല്ല, അതിനകത്ത് നല്ല രീതിയിൽ ലൈൻ പോലെ വീണിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒരു കാരണവശാലും പുതിയ ഓയിൽ സീൽ ഇട്ടാൽ പോലും അത് കവറാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ പൈപ്പിൻ്റെ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അവിടെ മറ്റേ ഡോട്ട് വന്നിട്ടില്ല, പക്ഷേ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ സീൽ മാത്രം മാറ്റിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് പെട്ടെന്ന് തന്നെ ലീക്കേജ് വീണ്ടും വരും, നമ്മൾ ചെയ്യുന്ന പണി പഴുവനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഫോർക്കിൻ്റെ പൈപ്പുകൾ മാറ്റി, ഇപ്പോൾ ഓൾറെഡി ഈ പൈപ്പൊക്കെ അത്യാവശ്യം പ്ലേറ്റിങ്ങൊക്കെ പോയിട്ട് ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ ഭാഗത്തും ചെറുതായിട്ട് അതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ പൊളിഞ്ഞേക്കണമായിട്ട് വന്നത്. ചെറിയ ഡോട്ട് പോലെ വരും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞാണ് വരാം. അപ്പോൾ നമുക്ക് ഈ 2 ഫോർക്ക് പൈപ്പ് ഓയിലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല, കേബിളൊക്കെ ഓൾറെഡി വിട്ടെടുക്കണം. അത് എനിക്ക് തോന്നുന്നു ഭാഗം കറക്റ്റ് ആണെങ്കിൽ നമുക്കത് റെഡിയാക്കി ഇടണമായിരിക്കും നല്ലത്. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. പിന്നെ ഉള്ളത് കാർബറേറ്ററിൻ്റെ ഭാഗമാണ്. നമ്മൾ ബാക്കിയത്തെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ കാർബറേറ്റർ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് കിട്ടുന്നില്ല. ഞാനത് കാർബറേറ്റർ അഴിച്ചപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഉള്ളിലത്തെ ഒരു കണ്ടീഷൻ കാണിച്ചായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ജെല്ലി പോലെ വന്നിട്ട് മൊത്തം ഒരു കെമിക്കൽ റിയാക്ഷൻസ് വന്ന് മൊത്തം പൊടിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കി, നമുക്കിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഇല്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി ഓടുകയൊക്കെ ചെയ്യും. പക്ഷേ ട്യൂണിങ് കറക്റ്റ് ആവില്ല. അതായത് റേസിങ് പല രീതിയിലാണ്. നമ്മൾ ആക്സിലേറ്റർ കുറച്ചാലും ചിലപ്പോൾ ഒരു 2-3 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റേസിങ് വരുള്ളൂ. കാരണം ട്യൂണിങ്ങിനകത്ത് ഒരു കാരണവശാലും നമ്മളിപ്പോൾ സ്ലോ റേസിങ് കൂടുതൽ വയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വണ്ടി എഞ്ചിൻ റേസ് ആവുന്നില്ല. അത് ഓൾറെഡി കാർബറേറ്ററിൻ്റെ ആണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം കേട്ടോ. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി നമുക്കിപ്പോൾ ഫോർക്കിൻ്റെ കേസൊക്കെ ചെയ്താലും കാർബറേറ്ററിൻ്റെ കേസ് റെഡി ആക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു ബാക്കിയുള്ള ചെയ്ത വർക്കിൻ്റെ. അപ്പോൾ ഈ ഫ്രണ്ട് ഫോർക്ക് പൈപ്പ് ഓയിൽ സീലൊക്കെ അടക്കം കോൺസെപ്റ്റ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കാർബറേറ്റർ അസംബ്ലി അടക്കം വരുമ്പോൾ നമുക്ക് എത്ര വരും എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആയേക്കണ എമൗണ്ട് പ്ലസ് ഇതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് നമുക്കതുമേ ചെയ്യണതിൽ കാര്യമില്ല. നമുക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം തന്നെയായിരിക്കും. കംപ്ലയിൻറ്റ്സ് അതേപോലെ തന്നെ റിപ്പീറ്റ് വരികയും ചെയ്യും. അപ്പോൾ അത് മാറ്റി പുതിയത് ഇടണമായിരിക്കും ബെറ്റർ. പിന്നെ ഓൾറെഡി ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥയും കോൺസെപ്റ്റും കാർബറേറ്ററും കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ 3 വർക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ഞാൻ തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ആദ്യത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള എസ്റ്റിമേറ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തിരിച്ച് കറക്റ്റായിട്ട് പറയാം. എല്ലാം കൂടി ഒരു ഏകദേശം എത്ര വരുന്നൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് നാളെ രാവിലെ തന്നെ ഇട്ടേക്കാം. ഓക്കെ.